സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വിഷയത്തിലേക്കൊന്ന് ഇറങ്ങി ചെല്ലുകയാണല്ലേ. കയ്യിലുള്ള ഈ റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ വെച്ച് എന്താണ് അവിടെ നടക്കുന്നത്, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊന്ന് നോക്കാം. തീർച്ചയായും. ഈ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു സാധാരണ ഉപതെരഞ്ഞെടുപ്പല്ല എന്ന് വ്യക്തം. ശരിക്കും സംസ്ഥാന രാഷ്ട്രീയത്തില് ഇതിന് നല്ല പ്രാധാന്യമുണ്ട്. ഓഹോ. അതെ, പ്രധാനമായിട്ടും എന്താ പറയാ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF, പിന്നെ ഐക്യജനാധിപത്യ മുന്നണി UDF, ഇവർ തമ്മിലാണ് ശരിക്കും കടുത്ത മത്സരം. അതെ, അത് കാണുന്നുണ്ട്. ചില റിപ്പോർട്ടുകൾ പറയുന്നത് LDF ഇവിടെ ജയിച്ചാൽ അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർക്ക് വലിയൊരു ഊർജം കൊടുക്കും എന്നാണ്. ചിലപ്പോ UDFന്റെ നിലനിൽപ്പിനെ വരെ ബാധിച്ചേക്കാം എന്നും പറയുന്നു. അത് കാര്യമായിട്ട് എടുക്കേണ്ട പോയിന്റ് ആണല്ലോ. അപ്പോ ഈ ഒരു പ്രാധാന്യം പ്രചാരണത്തിൽ കാണുന്നുണ്ടോ നിങ്ങളുടെ ഈ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോ? ഉണ്ട്. ഇരുമതി വണ്ടികൾ നല്ല സജീവമായിട്ട് രംഗത്തുണ്ട്. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞപ്പോ 14 പേരുണ്ട് മത്സരത്തിന് എന്നും പറയുന്നു. ബാക്കിയുള്ളവരത്ര ഒരു സജീവമല്ല എന്നൊരു സൂചനയും കിട്ടുന്നുണ്ട്. 14 പേര്? ശരിയാണ്. പ്രചാരണത്തില് ഏറ്റവും ഒരു ശ്രദ്ധേയമായ കാര്യം വലിയ നേതാക്കളുടെ സാന്നിധ്യമാണ്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി M സ്വരാജിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിറങ്ങി. ഓ, മുഖ്യമന്ത്രി തന്നെയോ? അതെ, കൺവെൻഷനിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് സ്വരാജ്, ഞങ്ങളവിടെ കാത്തിരിക്കുന്നു, നിങ്ങൾ വിജയിപ്പിച്ചയക്കുക എന്നൊക്കെ. സ്വരാജിന്റെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞു. മുഖ്യമന്ത്രി ഇനിയും വരും എന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെറുമൊരു വാർഡ് ഇലക്ഷൻ അല്ല. സംസ്ഥാന നേതൃത്വം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നതിന്റെ തെളിവായിട്ട് ഇതിനെ കാണാം. ഈ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള വരവ്, അത് പറഞ്ഞ പോലെ സംസ്ഥാന ഭരണത്തിന്റെ ഒരു വിലയിരുത്തലായിട്ട് LDF ഇത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടാവോ? സ്വരാജിന്റെ ആ ഒരു ഇമേജ് ഉയർത്തുന്നത് അതിന്റെ ഭാഗമാണോ? അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഈ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ഒരു മുനിസിപ്പൽ വാർഡിലെ ഇലക്ഷന് മുഖ്യമന്ത്രി നേരിട്ട് വരുന്നത് അത്ര പതിവില്ലല്ലോ. ശരിയാണ്. അപ്പോൾ അത് LDF എത്രത്തോളം വിജയസാധ്യത കാണുന്നു, അല്ലെങ്കിൽ വിജയം എത്ര അനിവാര്യമായി കാണുന്നു എന്നതിന്റെ ഒരു സൂചന തന്നെയാണ്. അപ്പോ അപ്പുറത്തെ UDF ക്യാമ്പിലും ഒരുക്കങ്ങൾ മോശമല്ല എന്ന് തോന്നുന്നു. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി കോൺഗ്രസ് നേതാവ് വയനാട് MP പ്രിയങ്ക ഗാന്ധി വന്നേക്കാമെന്നൊരു വാർത്തയുണ്ടല്ലോ. അതെ. ജൂൺ 9, 10, 11 തീയതികളിൽ അവർ കേരളത്തിലുണ്ട്. അതിലൊരു ദിവസം നിലമ്പൂരിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് ഈ കിട്ടിയ വിവരങ്ങൾ പറയുന്നത്. അത് വന്നാൽ വലിയ വാർത്തയാവൂല്ലേ? തീർച്ചയായും. പ്രിയങ്കാ ഗാന്ധി വന്നാൽ അത് UDF പ്രവർത്തകർക്ക് വലിയൊരു ആവേശമാകും. മുഖ്യമന്ത്രിയുടെ പ്രചാരണത്തിന് ഒരു മറുപടി പോലെയുമാകും അത്. ശരിയാണ്. അതോടൊപ്പം അബ്ദുസമദ് സമദാനി MP, K സുധാകരൻ MP, ഇവരൊക്കെ സജീവമായിട്ട് തന്നെയുണ്ട്.